ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ കുറേ ദിവസത്തിന് ശേഷം നമുക്കിന്നൊരു ബാർബി കേക്കാണ് ചെയ്യാനുണ്ടത്. കുറേ ദിവസമായിട്ടോ അങ്ങനെ ഒരു കേക്ക് ചെയ്തിട്ട്. അപ്പോൾ ഇതൊരു കസ്റ്റമൈസ്ഡ് ഡിസൈൻ കൂടെയാണ്. ഒരു ഓഫ് വൈറ്റ് ആൻഡ് ലൈറ്റ് റെഡ് കോമ്പിനേഷനിലാണ് കേട്ടോ നമുക്ക് ഈ കേക്ക് ചെയ്യാനുള്ളത്. ഞാൻ തലേദിവസം നൈറ്റ് തന്നെ കേക്ക് ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമുക്ക് പിറ്റേ ദിവസം ഈ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ബാക്കി കേക്ക് നമുക്ക് ചെയ്യാനായിട്ട് എളുപ്പമാണ്. ഞാൻ കേക്കിൻ്റെ ഓരോ ഡീറ്റെയിൽസും നോക്കിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഫോൺ അടുത്ത് ഞാൻ വെച്ചിട്ടുണ്ടേ. കേക്കിൻ്റെ ബോർഡറിൽ നമ്മൾ വൈറ്റ് ഓഫ് വൈറ്റ് ഷെയ്ഡിലുള്ള റോസറ്റ് നോസൽ ഡിസൈൻ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിലായിട്ട് ഒരു സ്റ്റാർ നോസൽ ഡിസൈനാണ് കൊടുക്കുന്നത്. അത് ഓഫ് വൈറ്റ് ഷെയ്ഡിൽ തന്നെയാണ്. പിന്നെ നമ്മൾ ഡോളിൻ്റെ ഡ്രസ്സ് ഒന്ന് റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. അത് പൈപ്പിംഗ് ബാഗിൽ ഓഫ് വൈറ്റ് ഷെയ്ഡിലുള്ള കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്ത ശേഷം പതിയെ നമ്മൾ അതുപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബോട്ടം പോർഷനിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു ലൈറ്റ് റെഡ് ഷെയ്ഡ് ഉണ്ടല്ലോ അതുകൂടെ കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ഫ്രണ്ട് പോർഷനിലായിട്ട് ആ ഒരു സ്റ്റാർ നോസൽ ഡിസൈൻ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതിന് ചുറ്റുമായിട്ട് നമ്മളിപ്പോൾ ആ റെഡ് കളറിലുള്ള ക്രീം എടുത്തിട്ട് എഗെയിൻ ആ സ്റ്റാർ നോസൽ ഡിസൈൻ തന്നെയാണ് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ കേക്കിന് ചുറ്റും ടോപ്പ് പോർഷനിലും ആ സെയിം ഡിസൈൻ തന്നെ കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് കുറച്ചൊരു ഈസി വർക്ക്സാണ് കേട്ടോ ചെയ്യാനുള്ളത്. ഇനി നമ്മുടെ ആ റോസറ്റ് നോസൽ ഡിസൈൻ ഉണ്ടല്ലോ, അത് കേക്കിന് ചുറ്റും നമുക്ക് ഇനി ഒന്ന് വരഞ്ഞു കൊടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ബാക്കി വർക്കുകളെല്ലാം ചെയ്തെടുക്കാവേ. അപ്പോൾ ഞാൻ റോസറ്റ് നോസൽ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനിടയിലുള്ള ഗ്യാപ്പ് പോർഷൻ വരുന്നിടത്തെല്ലാം നമ്മുടെ സ്റ്റാർ നോസൽ ഉണ്ടല്ലോ അത് വെച്ചിട്ട് സെയിം ക്രീമിൽ തന്നെ നമ്മൾ ജസ്റ്റ് ഒരു ഡിസൈൻ കൊടുക്കുവാണ്. അപ്പോഴത്തേക്കും നമുക്ക് ഇടയ്ക്കുള്ള ഗ്യാപ്പെല്ലാം ഫില്ല് ചെയ്യാനും പറ്റും, കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും. നമുക്ക് അവർ അയച്ചു തന്നിട്ടുണ്ടാകുന്ന ഡിസൈനിൽ അങ്ങനെയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അതുപോലെ തന്നെ ആ ഡിസൈനും കൂടെ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫൈനലി നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനലൊക്കെ. ഫ്രണ്ട് പോർഷനിൽ നമുക്കൊരു റിബൺ കൂടെ ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നേ. പക്ഷേ റിബൺ അല്ല, റിബണിലുള്ളൊരു ബോ പോലെ ചെയ്ത് വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കേക്ക് ബോർഡിലായിട്ടാണ് റൈറ്റിങ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഫൈനലി നമ്മുടെ കേക്ക് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇതായിരുന്നു കേട്ടോ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് കാണാൻ. കേക്ക് ഡിസൈൻ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോസ് യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.